കണ്ണു തുറപ്പിച്ച കണ്ടുപിടുത്തം. ഉൽപ്പത്തി 21:8 മുതൽ 21 വരെ. ധ്യാനത്തിനായിട്ട് 19 വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ജീവിതത്തെ നേരിടാനുള്ള ആത്മധൈര്യമില്ലാത്തവർക്ക് ലോയ്ഡ് കാർഡോസോ എന്ന യുവതിയുടെ കഥ വെളിച്ചമേകാതിരിക്കുകയില്ല. തൻ്റെ മാതാപിതാക്കളുടെ ഏകപുത്രിയായിരുന്നു കാർഡോസോ. 2 വയസ്സുള്ളപ്പോൾ അവൾക്ക് പിള്ളവാതം പിടിപെട്ടു. അതിനാൽ അച്ഛനമ്മമാരുടെ പ്രത്യേക കരുതലോടും കൈത്താങ്ങലോടും കൂടിയാണ് അവൾ വളർന്നു വന്നത്. കാർഡോസയ്ക്ക് 17 വയസ്സുള്ളപ്പോൾ അവളേക്കാൾ 10 വയസ്സ് കൂടുതലുള്ള റിച്ചാർഡ് അവളെ വിവാഹം ചെയ്തു. അങ്ങനെ അമ്മയുടെ ചെറുകൻ്റെ കീഴിൽ നിന്ന് മറ്റൊരു ചെറുകൻ്റെ കീഴിലേക്ക് അവൾ മാറ്റപ്പെട്ടു. യാതൊരു അല്ലലും കൂടാതെ സ്വഭർത്താവിൻ്റെ സംരക്ഷണ ചെറുകൻ്റെ കീഴിൽ അവൾ ജീവിക്കുകയായിരുന്നു. അവൾ 3 കുട്ടികളുടെ മാതാവായി തീരുകയും ചെയ്തു. കുടുംബജീവിതത്തിൻ്റെ ആനന്ദത്തിനും ഭദ്രതയ്ക്കും ഒരു കോട്ടവുമില്ലാതെ ജീവിതത്തിൻ്റെ വസന്തകാലം ഉല്ലാസമായി കഴിയുകയായിരുന്നു ആ ദമ്പതികൾ. ഒരു ദിവസം റിച്ചാർഡ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് അത് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചു. അപ്പോൾ തന്നെ റിച്ചാർഡ് മരണമടയുകയും ചെയ്തു. കാർഡോസോ കരഞ്ഞില്ല. കരയാനുള്ള കരുത്ത് പോലുമില്ലാതെ മരവിച്ചിരുന്നു പോയി. അവളുടെ മാതാപിതാക്കൾ വന്നു. റിച്ചാർഡിൻ്റെ ശവസംസ്കാരം നടത്തിയ ശേഷം കാർഡോസോയെയും കുട്ടികളെയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചെറുപ്പത്തിലെ വിവാഹിതയായതിനാൽ കാർഡോസോയ്ക്ക് സർവകലാശാല വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള സന്ദർഭം ലഭിച്ചിരുന്നില്ല. അതിനാൽ ഭർത്തൃവിയോഗത്തിൻ്റെ ഷോക്കും ദുഃഖഭാരവും നിമിത്തം ഉണ്ടായ മരവിപ്പ് ഒട്ടുകുറഞ്ഞപ്പോൾ കോളേജിൽ ചേർന്ന് അവൾ പഠനം തുടർന്നു. കുട്ടികളെ അവരുടെ മുത്തശ്ശി വളർത്തി. കോളേജിൽ വെച്ച് ഒരു കൂട്ടുകാരിയെ കിട്ടി, മാർഗരറ്റ് ടൈലർ. ഒരു ദിവസം മാർഗരറ്റ് കൂട്ടുകാരിയോട് ചോദിച്ചു, ഇനി നീ എന്താണ് ചെയ്യുന്നത്? കാർഡോസോ ആ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ കുഴങ്ങി. പഠിത്തം കഴിഞ്ഞ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നായിരുന്നു മാർഗരറ്റിൻ്റെ ചോദ്യത്തിൻ്റെ സാരം. നീ എന്താണ് പരുങ്ങുന്നത്? നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എൻ്റെ ജീവിതം അതോടെ തീർന്നുവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ജീവിതം എന്നെ കാത്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു വിധവയായിരിക്കാം, പക്ഷേ ഞാനൊരു വ്യക്തിത്വമുള്ള ആൾ കൂടിയാണ്. എന്നെ ഉണർത്തുകയും എൻ്റെ കണ്ണു തുറപ്പിക്കുകയും ചെയ്ത ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. അന്ധകാരപൂർണമായ ചുറ്റുപാടുകളിലൂടെ തൻ്റെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുകയായിരുന്നു മാർഗരറ്റ്. അവളുടെ ജീവിതം കാർഡോസോയ്ക്ക് ആവേശവും ആത്മധൈര്യവും പകർന്നു കൊടുത്തു. അവൾ തൻ്റെ 3 കുട്ടികളെയും കൂട്ടി ന്യൂ മെക്സിക്കോയിൽ പോയി പണിയെടുത്ത് സ്വയം ജീവിക്കുവാൻ തീരുമാനിച്ചു. ഒരു കുടുംബത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഗൃഹനാഥനാണെന്നത്രേ അവൾ ഇതുവരെ ഓർത്തിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വേർപാട് മൂലം ചുക്കാൻ പിടിക്കാൻ ആളില്ലാത്ത ഒരു കപ്പൽ പോലെ മാതാപിതാക്കളുടെ സംരക്ഷണ തുറമുഖത്ത് അടുത്തു കിടന്നിരുന്ന തൻ്റെ ജീവിത കപ്പൽ അവൾ വീണ്ടും കടലിലിറക്കി. തൻ്റെ ഭർത്താവിൻ്റെ സംസ്കാരത്തിന് പള്ളിയിൽ പോയ ശേഷം അവൾ പള്ളിയിൽ പോകാറില്ലായിരുന്നു. എന്നാൽ താൻ തനിച്ചല്ല യാത്ര ചെയ്യുന്നതെന്നും റിച്ചാർഡും താനും കൂടി ആരുടെ മുമ്പിൽ വെച്ച് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുവാൻ പ്രതിജ്ഞ ചെയ്തുവോ ആ ദൈവം തൻ്റെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ തൻ്റെ കൂടെയുണ്ടെന്നും കാർഡോസോയ്ക്ക് ബോധ്യമായി. ആ കൊച്ചു കപ്പൽ അജ്ഞാതമായ സമുദ്രത്തിലൂടെ മുന്നേറി. അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം ദൈവസഹായത്തോടു കൂടി പടുത്തുയർത്തുവാൻ അവൾക്ക് കഴിഞ്ഞു. ഓർക്കണമേ, തീരുമാനമെടുക്കാൻ അറിയാത്തവനാണ് ഏറ്റവും ദൗർഭാഗ്യവാൻ. റോമർ 8:31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.